ശരീരത്തിൻ്റെ ആസക്തികളും ലോകത്തിൻ്റെ ആസക്തികളുമാണ് പിശാചിന് നമ്മുടെ മുമ്പിലുള്ള രണ്ട് യുദ്ധക്കളങ്ങൾ. എവിടെ യുദ്ധം ചെയ്യണം? എങ്ങനെയാണ് ഇവൻ നമ്മളെ കൊണ്ടുവന്നത്? നീ ശ്രദ്ധിക്കുക. പിശാചിനെ കുറിച്ച് ഒരു പക്ഷേ നമ്മുടെ എല്ലാം മനസ്സിൽ ചില ചിന്തകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ പറഞ്ഞാലും പിശാച് യേശുവിൻ്റെ അത്ര സുന്ദരനായിരിക്കുമോ? നല്ല സുന്ദരനായിരിക്കുമോ? ഇല്ല. പിശാച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊരു ഭീകര സാധനമാണ്, അല്ലേ? ഒരു ഭംഗിയില്ലാത്ത എന്തൊരു ഭീകര സാധനമാണ്. അവൻ്റെ രൂപമൊന്നും അത്ര നല്ലതല്ല. പിശാച് ഒരു ഭീകര സത്വമാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് പിശാചിനെ കുറിച്ച്. അവൻ്റെ യഥാർത്ഥ രൂപം ഒരു പൈശാചികത. ചിലരെ കണ്ട ഒരു പൈശാചികത, ഒരു ഭീകരതയാണ്. ശരി, ഞാൻ ഈ പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കണം. പിശാചിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു ഭീകരതയാണ്. ഒന്നവിടെ, പിശാചിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു ഭീകരതയാണ്. രണ്ട്, പിശാചിൻ്റെ സ്വഭാവം. പിശാചിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പ്രലോഭനമാണ്. എന്തുവാ? ഒന്നുറക്കെ പറഞ്ഞേ. അപ്പൊ പിശാചിൻ്റെ രൂപം ഭീകരമാണ്, പിശാചിൻ്റെ സ്വഭാവം പ്രലോഭനമാണ്. പിശാച് നുണയനാണ്, നുണയുടെ പിതാവാണ്. അവൻ്റെ രൂപം തന്നെ ഒരു ഭീകരമാണ്, അവൻ്റെ സ്വഭാവം പ്രലോഭനമാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയണം. പിശാചിൻ്റെ രൂപം ഭീകരമാണത്രേ, അവൻ്റെ സ്വഭാവം പ്രലോഭനമാണ്. രണ്ടും ഒന്നാണ്, ഭീകരനും പ്രലോഭകനുമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഭീകരമായത് എന്തെങ്കിലും നമ്മളെ പ്രലോഭിപ്പിക്കാറുണ്ടോ? ഉണ്ടോ? ഇതാ ഈ കട്ടപ്പന ടൗണിൽ അതിഭീകരമായ രീതിയിൽ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. നമ്മൾ ഓടിച്ചെന്നിട്ട് ഒന്നോടെ കാണട്ടെ അങ്ങനെ പറയുമോ? ഭീകരമായത് ഏതെങ്കിലും എന്നെയും നിങ്ങളെയും പ്രലോഭിപ്പിക്കാറുണ്ടോ? ഇല്ല. പിശാചിൻ്റെ രൂപം ഭീകരമാണ്, സ്വഭാവം ഭീകരനായ പിശാച് എപ്പോഴെങ്ങനെ നമ്മളെ പ്രലോഭിപ്പിക്കുക? ഭീകരമായതൊന്നും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെയും പ്രലോഭിപ്പിക്കുന്നില്ല. എന്താ എൻ്റെ കാര്യം? ഒരിക്കലും പിശാച് അവൻ്റെ തനി സ്വരൂപം കാണിക്കുകയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും പിശാച് അവൻ്റെ തനി സ്വരൂപം കാണിക്കില്ല. കാണിച്ചാൽ നമുക്കറിയാം ഇത് പിശാചാണ്. അതുകൊണ്ട് ഒരിക്കലും തനി സ്വഭാവം കാണിക്കില്ല. അവൻ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലതാണ്, ശരിയാണ്, വലിയ സുഖമാണ്. അവൻ്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ്റെ പ്രസംഗം അതിഗംഭീരമായ പ്രസംഗമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഇതാ ദൈവമായ കർത്താവ് ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, തോട്ടത്തിലുള്ളത് എല്ലാം അനുഭവിക്കാം, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ. ഇനി എന്താ പിശാച് പ്രസംഗിച്ചത്? പിശാച് കൗശലക്കാരനായ ഒരു പാമ്പിൻ്റെ രൂപം എടുത്തു. അവന് തോന്നി ഉള്ളതിൽ ചിരിമെടുക്കാൻ പാമ്പാണ്. പാമ്പിനെ ദൈവം നല്ലതായിട്ട് സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ചല്ലതിനെയും എങ്ങനെ കണ്ടു? നല്ലതെന്ന് കണ്ടു. പാമ്പിനെ നല്ലതായിട്ടാണ്. പക്ഷെ അവന് ഇച്ചിരി കൗശലമുണ്ട്. പുള്ളിനെ തിരഞ്ഞെടുത്തു. മെല്ലെ വന്നു. എന്നിട്ട് പിശാചിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കണം. ദൈവം നിങ്ങളോട് എന്താ പറഞ്ഞത്? തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ. പിന്നെ എന്തുവാ പറഞ്ഞത്? നടുവിലൊരു വൃക്ഷം നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഫലം തിന്നരുത്, തിന്നാൻ ഞങ്ങൾ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ പിശാച് പറഞ്ഞ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് പണ്ടത്തെ ഏദൻ തോട്ടത്തിലെ ആദമിനോട് ഹവയോടും ഒരു പിശാച് പറഞ്ഞ കാര്യമല്ല. ഇന്ന് ഈ കട്ടപ്പന പള്ളിയിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും തലക്കകത്തേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയാണ് അച്ഛൻ പറയുന്നത്. ഇതാ തിന്മ കടന്നു വന്നിട്ട് പറഞ്ഞു, തിന്നാൽ നിങ്ങൾ മരിക്കില്ല. ദൈവം എന്താ പറഞ്ഞേ? മരിക്കും. പിശാച് എന്താ പറഞ്ഞേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ദൈവം പറഞ്ഞത് നുണയാണ്. ദൈവം ഒരു നുണയനാണെന്ന് പുള്ളി ഒന്ന് പതുക്കെ ഉരുട്ടി പറഞ്ഞു. ദൈവം ഒരു നുണയനാണ്, തിന്നാൽ നിങ്ങൾ മരിക്കില്ല. 2, തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. 3, തിന്നാൽ നിങ്ങൾ നന്മ തിന്മകൾ അറിയും. 4, തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവമാകും എന്ന് പറഞ്ഞില്ല, ദൈവത്തെ പോലെയാകും. 4 കാര്യങ്ങളാണ് പിശാച് മനുഷ്യനെ പഠിപ്പിച്ചത്. 1, തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ മരിക്കില്ല, നന്മ തിന്മ അറിയും, ദൈവത്തെ പോലെ ആകും. നുണയനും നുണയുടെ പിതാവുമാണ് പിശാച് എന്ന് യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇയാളിപ്പോൾ 4 കാര്യങ്ങളാണ് പ്രസംഗിച്ചത് ആദമിനോട് ഹവയോടും. ഈ 4 സത്യമാണോ നുണയാണോ? 4 നുണയാണോ? 3 നുണയാണെന്ന് അഭിപ്രായമുള്ളവരുന്ന് കൈവെക്കാവോ? 2 നുണയാണെന്ന് അഭിപ്രായമുള്ളവരുന്ന് കൈവെക്കാവോ? 1 നുണയാണെന്ന് അഭിപ്രായമുള്ളവർ കൈവെക്കാവോ? 4 നുണയാണെന്ന് അഭിപ്രായമുള്ളവർ കൈവെക്കാവോ? ഞാൻ പ്രസംഗം നിർത്തണമെന്ന് അഭിപ്രായമുള്ളവർ കൈവെക്കാവോ? പ്രിയപ്പെട്ടവരെ, ഈ പുള്ളിക്കാരൻ പറഞ്ഞ 4 സത്യമാണ്. 4 സത്യമാണ്. അവൻ എന്താ പറഞ്ഞത്? തിന്നാൽ നിങ്ങൾ മരിക്കില്ല. മരിച്ചോ? ലോക ബുദ്ധിയിൽ നോക്കിയാൽ ആദമും ഹവ്വയും മരിച്ചോ? ഇല്ല. അവരുടെ കണ്ണ് തുറന്നോ?
ഇതാ ബൈബിളിൽ കിടക്കുകയാണ്. ഫലം തിന്നപ്പോൾ തന്നെ കണ്ണ് തുറന്നു. അയാൾ പറഞ്ഞ സത്യമല്ലേ? കണ്ണ് തുറന്നു. ഉൽപ്പത്തി 3:22 ദൈവം തന്നെ പറയുകയാണ്, കർത്താവ് അരുളി ചെയ്തു, മനുഷ്യനേതാ ഇപ്പോൾ നന്മ തിന്മകൾ അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. അപ്പൊ പിശാച് പറഞ്ഞത് നുണയോ സത്യമോ? ഇപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ചില സത്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ ലോകബുദ്ധിയിൽ സത്യമെന്ന് തോന്നും, പക്ഷെ ആ സത്യം സത്യമാകണമെന്നില്ല. 13 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കുടുംബം, ഞങ്ങൾ ഒരിക്കൽ അവരോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ഇത് അവരൊരു വലിയ സത്യം വിളിച്ചു പറഞ്ഞു. 2 പ്രാവശ്യം അവൻ്റെ സഹോദരി അവനെയും ഭാര്യയും അമേരിക്കയിൽ കൊണ്ടുപോയി. കേരളത്തിലുള്ള മുഴുവൻ ആശുപത്രികളിലും പരിശോധന നടത്തി. എന്നിട്ടിതാ സയൻസ് പഠിച്ചിട്ടൊരു സത്യം പറഞ്ഞു, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകില്ല. ഒരു സത്യമാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഒരു ധ്യാനം കൂടി കണ്ണീരോടെ അവർ പ്രാർത്ഥിച്ചു. ഇതാ ദൈവം അവരിൽ ഇടപെട്ടു. ആ ശരീരത്തിൽ നിന്ന് ആ പെൺകുട്ടി 2 പെൺകുട്ടികൾക്ക് ജന്മം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ബുദ്ധി, എൻ്റെയും നിങ്ങളുടെയും ജ്ഞാനം നമ്മളോട് പറയുന്ന സത്യം നമ്മൾ വിശ്വസിക്കരുത്. ചിലർ പറയുന്നു നിന്നെ കണ്ട കൊള്ളിയല്ല, ചിലർ പറയുന്നു നീ ഒരു തകർച്ചയാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്. ലോകം നമുക്ക് തരുന്നത് നമ്മൾ വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് ദൈവം ആദമിനോട് ചോദിച്ചത്, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞതേ വിശ്വസിക്കാവൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും തലയിൽ കിടക്കുന്ന പല അനുഭവങ്ങളും ലോകം പറഞ്ഞതാണ്. ഇതാ കണ്ണുകൊണ്ട് കിട്ടിയ കുറേ അനുഭവങ്ങൾ, കാതിൽ കിട്ടിയ കുറേ അനുഭവങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിൽ കടന്നു വന്ന അനേക അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാനും നിങ്ങളും പരസ്പരം വിലയിരുത്തുന്നത്. എന്നാൽ യേശു പറയുകയാണ്, നിങ്ങൾ ആരെയും വിധിക്കരുത്. പിശാച് കടന്നു വന്ന് തെറ്റായ ചില വചനങ്ങൾ സത്യമെന്ന നിലയിൽ പറഞ്ഞപ്പോൾ മനുഷ്യൻ അവൻ്റെ യുക്തി കൊണ്ട് ആലോചിച്ചപ്പോൾ മനസ്സിലായി ഇതല്ല സത്യമാണ്. അടുത്ത നിമിഷം എന്താ സംഭവിച്ചെന്നറിയോ? അവൻ ആ വൃക്ഷത്തിൻ്റെ ഫലം എടുത്ത് തിന്നു. ഹവ്വ തിന്നു, ആദമിനും കൊടുത്തു. പിശാച് പറഞ്ഞതൊക്കെ സംഭവിച്ചു. കണ്ണ് തുറന്നു, നഗ്നരാണെന്നറിഞ്ഞു, ആകെ പ്രതിസന്ധിയായി. ഓർക്കണം, ദൈവവചനം തലയിൽ നിന്ന് മാറ്റി ലോകത്തിൻ്റെ ആസക്തികൾ തലക്കകത്തേക്ക് കയറ്റിയാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ദുരന്തമായിരിക്കും. അതിൻ്റെ റിസൾട്ട് ഒരു ദുരന്തമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭാപിതാക്കന്മാർ ആരാധനയിലൂടെയും ദൈവമഹത്വത്തിലൂടെയും നമുക്ക് തന്നിരിക്കുന്നത് നിത്യതയാണെങ്കിൽ പിശാചിൻ്റെ കൊതി എന്ന് പറയുന്നത് നമ്മെ ഒരു ദുരന്തത്തിലെത്തിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ 10:10 യേശു വിളിച്ചു പറഞ്ഞത്, ഞാൻ വന്നത് ജീവനുണ്ടാകാനും അത് ബാക്കി പറ അവൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. ഒന്നോടെ, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. പിശാചിൻ്റെ ലക്ഷ്യം തന്നെ 3 മോഷ്ടിക്കുക. എവിടെ നിന്ന്? ഇതാ നിന്നിൽ കിടക്കുന്ന ദൈവീക നന്മകൾ മോഷ്ടിച്ച് ദൈവീകമായി മുഴുവൻ ചൈതന്യവും നിന്നിൽ മോഷ്ടിക്കുക. അങ്ങനെ വന്നാൽ നീ ചത്തോളുമെന്ന് അവൻ അറിയാം. കൊല്ലുക. പിന്നെയോ നശിപ്പിക്കുക. നീ വെതറിയ മുഴുവൻ നന്മകളെ നശിപ്പിക്കുക. ഞാൻ വന്നത് ജീവൻ വെറുതെ ഉണ്ടാകാനല്ല, അത് സമൃദ്ധമായിട്ട് ഉണ്ടാകാനാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ആദമും ഹവ്വയും ദൈവവചനത്തേക്കാൾ കൂടുതൽ അവരിതാ പിശാചിൻ്റെ വചനത്തെ സ്വീകരിച്ചു. ഇപ്പോൾ അവർ ആരെ മറന്നുപോയി? എന്നുറക്കെ പറഞ്ഞ്, ആരെ മറന്നു? നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുന്ന ദൈവീക കൽപ്പന മറന്നപ്പോൾ അവർ ദൈവത്തെ മറന്നു. മറക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഓർമ്മിക്കാതിരിക്കുക. അതെനിക്ക് മനസ്സിലായി. എന്താണ് ഓർമ്മിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ? ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നു, ഞാൻ ഈ കട്ടപ്പനയ്ക്ക് വന്നപ്പോൾ എൻ്റെ കൊച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ ഇളയ കൊച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് 3 പിള്ളേരുണ്ട്. മൂത്ത 2 പെൺപിള്ളേരാണ്, ഇളയതൊരു മോളുമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ തൂത്തൂട്ടിയിൽ നിന്ന് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് 3 പെൺപിള്ളേരാണെന്ന്. അപ്പോൾ ഒരു വല്യമ്മ പറഞ്ഞു, അയ്യോടാ. പിന്നെ ഞാൻ ചെന്ന് തട്ടേണ്ടി വന്നത് ശരിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഇളയ കൊച്ച് എന്നോട് പറഞ്ഞു, അച്ചാച്ച കോട്ടയത്തിന് പോകുമ്പം എനിക്ക് കുറച്ച് ചുവന്ന ലഡു വാങ്ങിക്കൊണ്ട് വരണം. അപ്പം ഞാൻ ചെല്ലുമ്പോൾ കൊച്ച് എന്ത് പ്രതീക്ഷിക്കും? കൊച്ചിനോട് സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ എന്ത് വാങ്ങിക്കൊണ്ട് പോകും? ഒന്ന് പറ. ലഡു വാങ്ങിക്കൊണ്ട് പോകും. ഞാനിവിടെ വന്നു, ഇവിടുത്തെ ഇതൊക്കെ കണ്ട് ഞാനും ബിനോച്ചനും തിരുമേനിയെല്ലാം കൂടെ വർത്താനൊക്കെ പറഞ്ഞ് കൊച്ചിനെ മറന്നുപോയി. ലഡു വാങ്ങുന്ന കാര്യം മറന്നുപോയി. അവിടെ ചെല്ലുന്നവരെ ഞാൻ ഓർത്തില്ല. പക്ഷെ കൊച്ചി തോർത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചനോട് ചോദിച്ചു, അച്ചാച്ച ലഡു എവിടെ? അയ്യോ ഞാൻ ഓർത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? കൊച്ചിനേക്കാൾ പ്രധാനപ്പെട്ട വേറെ എന്തൊക്കെയോ എൻ്റെ തലയ്ക്കകത്ത് കയറിയില്ലേ? കൊച്ചിനേക്കാൾ പ്രധാനപ്പെട്ട എന്തൊക്കെയോ എൻ്റെ തലയ്ക്കകത്ത് കയറി, മറന്നുപോയി.
ദൈവം പറയുകയാണ്, മറക്കരുത്, ദൈവത്തെ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ ഏദൻ അനുഭവം തന്നെയല്ലേ സെഹിയോൻ മാളികയിലുണ്ടായത്? നമ്മുടെ കർത്താവായ മസിഹ അപ്പവീഞ്ഞുകളെടുത്ത് വാഴ്ത്തി കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ രണ്ടാമത് വരുന്നത് വരെ എന്നെ ദാമോദോസൻ എന്നൊക്കെ പറയില്ലേ, എന്നെ മറക്കരുത് അല്ലേ. ഞാൻ രണ്ടാമത് വരുന്നത് വരെ എന്നെ ഓർക്കണം. ഈ കുദാശ അതിനുള്ളതാണ്, മറക്കരുത്. ഇതാ മനുഷ്യൻ ദൈവത്തെ മറന്നു. എന്താ സംഭവിച്ചത്? ദുരന്തങ്ങളുണ്ടായി. ഒന്ന്, മനുഷ്യന് ശരീരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി. വൃക്ഷഫലത്തിലേക്ക് നോക്കിയിട്ട് ഹവ്വ പറഞ്ഞു, എൻ്റെ ശരീരത്തിന് ഏറ്റവും രുചികരമായത് ഈ ഫലമാണ്. ഏദൻ തോട്ടത്തിലെ മുഴുവൻ ഫലങ്ങളേക്കാൾ പ്രത്യേകത ശരീരത്തിൻ്റെ ആസ്വാദനത്തെക്കുറിച്ചായി. പിന്നെ അവരുടെ ചിന്ത ജഡത്തിന് ആസ്വാദകരം, ജഡീകാസക്തിയിൽ ബന്ധിക്കപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ധ്യാനിക്കണം, നിന്റെ ജഡം ആസക്തി കൊണ്ട് പൂരിതമാകുന്നെങ്കിൽ വചനം തലയിൽ നഷ്ടപ്പെട്ടതാണ്. കാരണം എപ്പോൾ വചനം സ്വീകരിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ ജഡം വിശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങും. ആസക്തികളാൽ കലുഷിതമാകുന്നത് ആത്മാവ് നഷ്ടപ്പെടുമ്പോഴാണ്. ഇതാ ആസക്തികളാൽ കലുഷിതമായ ഒരു ശരീരം ആദമിൻ്റെ ഹവ്വയുടെ ഉള്ളിൽ കയറി, ജഡീകാസക്തി നിറഞ്ഞു. ഹവ്വയും ആദമും ദൈവവചനം നഷ്ടപ്പെട്ടപ്പോൾ ഫലം നോക്കി അവർ കണ്ടു, ഇത് ജഡത്തിന് ആസ്വാദ്യകരമാണ്. ഇന്ന് എൻ്റെയും നിങ്ങളുടെ ചുറ്റുപാടും കിടക്കുന്ന പല ശരീരങ്ങളും ആസക്തി കൊണ്ട് നിറയുക. ഒറ്റ കാരണമുള്ളൂ, ദൈവവചനത്തിനല്ല വില കൊടുക്കുന്നത്. ഇതാ ദൈവത്തിൻ്റെ രാജാവായ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായ ദാവീദ് രാജാവ് ദൈവമുമ്പാകെ പ്രതിജ്ഞ ചെയ്തു, ഇല്ല, ദൈവത്തെ ഞാൻ മറക്കില്ല. പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും ഞാൻ എൻ്റെ ദൈവത്തെ ഓർക്കും. പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും ഞാൻ ദൈവത്തെ മറക്കില്ല. ഒരു രാജാവും അഭിഷിക്തനുമായി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. രാജാവിന് പ്രാർത്ഥിക്കാതിരിക്കാനുള്ള ഏക അനുവാദം എന്ന് പറയുന്ന യുദ്ധം നടക്കുമ്പോഴാണ്. ഇതാ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഒരു സമയം. രാജാവ് യുദ്ധത്തിന് പോയില്ല. അവൻ മട്ടുപ്പാവിലൂടെ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് താഴെ കുളിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭടനായ ഊരിയാവിൻ്റെ ഭാര്യ ബേർസേബ എന്ന സുന്ദരിയിൽ ചെന്ന് പതിച്ചു. ആസക്തികളാൽ കലുഷിതമായ ശരീരത്തിൽ നിന്ന് ദാവീദ് പറഞ്ഞു, എനിക്ക് അവൾ ഇന്ന് പ്രാപിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കൽപ്പന ചെന്നു. ആ പെണ്ണ് വന്നു, അന്തപുരത്തിൽ കയറ്റി. ദാവീദ് ജഡീക ആസക്തിയിൽ അവളുമായി ബന്ധപ്പെട്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സുഖം. പൊക്കോ ആരും കണ്ടിട്ടില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റത്തില്ല, ഞാൻ ഗർഭിണിയായി. ഇതാ പാപത്തിൻ്റെ ഒരു സുഖം ജഡത്തെ ആക്രമിക്കാൻ തുടങ്ങി. ദാവീദിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ആസക്തികളാൽ കലുഷിതമായ ശരീരം പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങി. ദാവീദ് വിചാരിച്ച് എന്തു ചെയ്യും? പിശാച് പറഞ്ഞു, പേടിക്കണ്ട, അടുത്ത വഴി ഞാൻ പറഞ്ഞു തരാം. ഊരിയാവിനെ വിളിക്കുക, വീട്ടിൽ കൊണ്ട് കിടത്തുക, ചതിക്കുക, അവനാണ് ഗർഭത്തിന്റെ ഉത്തരവാദി എന്ന് പറയാം. ഊരിയാവിന് കൽപ്പന കൊടുത്തു. യുദ്ധക്കളത്തിൽ നിന്ന് ഊരിയാവ് തിരിച്ചു വന്നു. രാജാവ് പറഞ്ഞു, എത്ര നാളെ ഇങ്ങനെ നടക്കുന്നു, കുറച്ച് നാൾ വീട്ടിൽ പോയി താമസിക്കുക. നേരം വെളുത്ത് രാജാവ് വന്ന് നോക്കി, ഊരിയാവ് പോയെന്നറിയാൻ. അവൻ പോയില്ല. എന്താ പോകാത്തത്? എൻ്റെ സഹഭൃത്യന്മാർ യുദ്ധം നടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഭാര്യയോട് കൂടെ പോയി ശയിക്കും? അവൻ പോയില്ല. രാജാവ് നിർബന്ധിച്ചു, പോയില്ല. പിറ്റേ ദിവസം കുറെ മദ്യം കൊടുത്തു, വീഞ്ഞു കൊടുത്ത് ലഹരിപ്പിച്ചു. പിശാച് പ്രവർത്തിപ്പിക്കുകയാണ്. എന്നിട്ട് അയാൾ പോയില്ല. അപ്പോൾ ദാവീദിന് വിഷമമായി, എന്ത് ചെയ്യും? അവളുടെ ഗർഭത്തെക്കുറിച്ച് ചോദ്യം വന്നാൽ ഞാൻ പിടിക്കപ്പെടുമല്ലോ. അപ്പോൾ ദാവീദ് പറഞ്ഞു, പുതിയ ബുദ്ധി പിശാച് പറഞ്ഞു കൊടുത്തു, കൊല്ലുക. അവൻ്റെ ഒരു കത്തെഴുതി യോവാബിന് കൊടുക്കാൻ ഊരിയാവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ഈ കത്തുമായി വരുന്ന ഊരിയാവ് എന്ന് പറയുന്ന സഹഭൃത്യനെ ഭടനെ യുദ്ധക്കളത്തിൻ്റെ പ്രധാന സ്ഥലത്ത് നിർത്തുക. യുദ്ധം ശക്തിപ്പെടുമ്പോൾ കാലാൽപ്പട പിന്നോട്ട് പോകട്ടെ, ഊരിയാവിനെ കണ്ടിച്ചു കൊല്ലട്ടെ. യോവാബിൻ്റെ കയ്യിൽ ഊരിയാവ് കൊലയുടെ കൽപ്പനയുമായി പോയി. അവൻ കൊടുത്തു. യോവാബ് വായിച്ചു, രാജകൽപ്പന നടപ്പാക്കി. ഊരിയാവിനെ കൊന്നു. ഊരിയാവ് മരിച്ചെന്നറിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് ഒരു വലിയ സങ്കടം പ്രഖ്യാപിച്ചു. അവൻ ഞെട്ടി. പ്രിയപ്പെട്ടവരെ, പുറമെ ഞെട്ടിയപ്പോൾ ഉള്ളിൽ സന്തോഷം. തീർന്നല്ലോ, ഇനി ഞാൻ ഒരിക്കലും ഈ കസേരകളിലിരിക്കുന്ന വ്യക്തികളോട് ഞാൻ പ്രസംഗിച്ചത്, ചില പാപം ചെയ്തിട്ട് ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് നാം ഇന്ന് സ്വസ്ഥരാണ്. പക്ഷേ 2 സാക്ഷികൾ ബാക്കിയുണ്ട് കേട്ടോ. ഏതാണ് ഈ 2 സാക്ഷികൾ? യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുകയാണ്, ആകാശമേ കേൾക്കുക, ആകാശവും ഭൂമിയും സാക്ഷ്യം പറയും കേട്ടോ. ഇതാരും കണ്ടിട്ടില്ല, പിടിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ദാവീദ് സന്തോഷിച്ചിരിക്കുമ്പോൾ ദാവീദ് രാജാവ് മറ്റൊരു പ്രഖ്യാപനം കൂടെ നടത്തി. എനിക്ക് വേണ്ടി മരണമടഞ്ഞ ഊരിയാവിൻ്റെ ഭാര്യ വിധവയായി ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാനിതാ അവളെ എൻ്റെ അന്തപുരത്തിലേക്ക് ക്ഷണിക്കുന്നു. നാട്ടുകാർ കൈയടിച്ച് പറഞ്ഞു, ഇത്രയും ശ്രേഷ്ഠനായ രാജാവ് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. എന്തൊരു സൽപ്രവർത്തിക്കാരൻ. പ്രിയപ്പെട്ട ഭാടന്റെ ഊരിയാവിൻ്റെ ഭാര്യയെ അന്തപുരത്തിൽ കയറ്റിയ ശ്രേഷ്ഠ രാജാവ് ദാവീദിന്റെ തലയിൽ ഒരു പൊൻകിരീടം ലോകം ചാർത്തി കൊടുത്തു. ദാവീദ് അഭിമാനത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ നാഥാൻ പ്രവാചകൻ വന്നു. എന്താ ഇങ്ങനെ വിഷണ്ണനായിരിക്കുന്നില്ല? ഊരിയാവിൻ്റെ മരണം കാരണം സങ്കടപ്പെട്ടിരിക്കുകയാണ്. വിഷമിക്കേണ്ട, ഞാനൊരു കഥ പറയൂ. ഒരിടത്ത് ഒരു ധനാഢ്യനായ മനുഷ്യനുണ്ടായിരുന്നു. അവന് 100 ആടുണ്ടായിരുന്നു. 100 ആട് അവൻ്റെ ഭവനത്തിൽ ശ്രേഷ്ഠതയോടെ ഓടിക്കളിച്ച് നടക്കുകയായിരുന്നു. അവൻ്റെ വീടിൻ്റെ അരികിൽ തന്നെ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ കുഞ്ഞുങ്ങളോടുകൂടെ ഓടിക്കളിക്കാൻ അവനൊരു കുഞ്ഞാടുണ്ടായിരുന്നു. ഈ കുഞ്ഞാട് അവൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുകയും കിടക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു, ചരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ധനാഢ്യൻ്റെ ഭവനത്തിൽ ഒരു വിരുന്നുകാരൻ വന്നു. അപ്പോൾ ധനാഢ്യന് ആട്ടിറച്ചി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹം. അവൻ തൻ്റെ തൊഴുത്തിൽ ചെന്നിട്ട് ആട്ടിൻ്റെ തൊഴുത്തിൽ ചെന്നിട്ട് ആടുകളെ പിടിച്ചപ്പോൾ അവന് തോന്നുന്നു നഷ്ടം വരുമല്ലോ. അപ്പോൾ അവനൊരു കാര്യം തീരുമാനിച്ചു. ഇതാ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞാട് ഓടിക്കളിക്കുന്നുണ്ട്, അവൻ അതിനെ പിടിച്ചുകൊണ്ടുവരാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ബലവാന്മാർ ചെന്ന് പിടിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ പൊട്ടിക്കരഞ്ഞോട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞാടിനെ കൊണ്ടുപോകരുത്. അവരെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ ആ കുഞ്ഞാടിനെ കൊണ്ടുവന്നു, അറുത്തു, കറി വെച്ചു, തിന്നു. ഇത്ര ദുഷ്ടത വരെ ഇവിടെ നടന്നിട്ടുണ്ട്. പ്രവചന ശബ്ദം കേട്ടപ്പോൾ ദാവീദ് രാജാവ് അങ്കി വലിച്ചു കയറി, ആരെവിടെ, എന്തെവിടെ, വലിയ ചോദ്യങ്ങൾ. ഇതെവിടെ സംഭവിച്ചു? ഇതാ വേദപുസ്തകത്തിലെ ശക്തമായ പ്രവചന ശബ്ദം. നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ ആസക്തികളാൽ കലുഷിതമായ ശരീരം പിടിക്കപ്പെട്ടു. ചില രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില തകർച്ചകൾ. ദൈവമക്കളെ ഓർക്കണം, ആസക്തികളാൽ കലുഷിതമായ ശരീരം ചിലപ്പോൾ പീഡിപ്പിക്കപ്പെടും. വചനം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ ദാവീദ് കവിണ്ണു വീണു. അവൻ ശക്തമായൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലെ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ ദൈവത്തോട് ഇങ്ങനെ നിലവിളിച്ച്, എടുത്തുകൊള്ളുക, എല്ലാം എടുത്തുകൊള്ളുക, പക്ഷേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്തൊക്കെ എടുത്താലും ദൈവമേ ആ സമർപ്പിതമായ പരിശുദ്ധാത്മാവിനെ എടുക്കരുത്. ദാവീദൻ അറിയാം പരിശുദ്ധാത്മാവ് പോയാലുള്ള കുഴപ്പം. പ്രിയപ്പെട്ട രാജാവായ സൗലിൽ നിന്ന് പരിശുദ്ധാത്മാവ് പോയപ്പോഴുള്ള മുഴുവൻ ദുരന്തവും ദാവീദ് കണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഓർക്കണം, ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരത്തെ ദൈവം വിളിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമെന്നാണ്. ഈ ശരീരത്തിന് ചില ഉത്തരവാദിത്വമുണ്ട്. ഇതേതെങ്കിലും പള്ളിയുടെ സെമിത്തേരിയിൽ അലിഞ്ഞു തീരാനുള്ള ശരീരമല്ല. ഈ ശരീരം ആത്മാവുമായി ദൈവസന്നിധിയിൽ ചെല്ലേണ്ടതാണ്. ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഭൂമിയിൽ വന്ന് ശരീരം സ്വീകരിച്ചു, തിരിച്ച് ദൈവസന്നിധിയിലേക്ക് പോകും. വെറുതെ അല്ല ഇങ്ങോട്ട് വന്നത്, ഈ ശരീരം അടക്കം കൊണ്ടുപോകാനാണ്. ഈ ശരീരം കല്ലറകളിൽ അലിഞ്ഞു തീരാനുള്ളതല്ല, ദൈവത്തെ സ്തോത്രം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ നമുക്കൊരു പാട്ട് പാടിത്തന്നു. ശരീരം ആത്മാവിൽ നിന്ന് വേർതിരിയുമ്പോൾ ആത്മാവ് വലിയ സങ്കടത്തോടെയാണ് പറയുന്നത്. എന്താ പറയുന്നറിയോ? ഗാത്രത്തോ ഡാത്മാവോതുന്നു സമാധാനം, പ്രിയ സഹജ മരുവുക നീ, പോകും നേൻ നിന്നരികി നിന്നേരും, നിഖിലേശൻ കൽപ്പിക്കും സ്ഥാനത്തിൽ, കർത്താവിൽ ഞാനാശിക്കുന്നുണ്ടുത്ഥാനത്തിൽ, നിന്നെ കാണാൻ വീണ്ടും. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? എപ്പോൾ പാടുന്ന? കല്യാണത്തിന്. ഇത് സവാടക്കിന് പാടുന്നതാണ്. ആത്മാവ് പറയാണ്, നിഖിലേശൻ കൽപ്പിക്കുന്ന സ്ഥലത്ത് നിന്നെ കാണാൻ എനിക്ക് കൊതിയുണ്ട്. ഞാൻ ഇടയ്ക്ക് ആ പാട്ട് ഏതെങ്കിലും ശവസംസ്കാരത്തിൽ പാടുമ്പോൾ ഓർക്കും, എൻ്റെ ആത്മാവ് എന്നോട് എന്താ പറയുക? എൻ്റെ ആത്മാവ് എന്നോട് പറയും, എൻ്റെ പൊന്ന് സഹോദര, ഇനി മേലാ നിന്നെ കാണാൻ. നീ ഏതിലേക്ക് എന്നെ കൊണ്ടുപോയത്? കള്ള് ഷാപ്പിൽ കൊണ്ടുപോയി, വ്യഭിചാരശാലയെ കൊണ്ടുപോയി, പാപമേഖലയിലൂടെ കൊണ്ടുപോയി, വെറുപ്പ്, വിദ്വേഷം, പ്രതിസന്ധി, നീ എങ്ങനെയൊക്കെ എന്നെ ഞെരുക്കി. എൻ്റെ കാര്യം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ധ്യാനിക്കുക. ആത്മാവ് ശരീരത്തിൽ വേർപെടുമ്പോൾ പരസ്പരം യാത്ര പറയൂ. അത്രേ. എപ്പോഴാണ് പറയുക? എപ്പോഴാ ഫലം കൊടുക്കാൻ പോവുക? ഓർക്കണം, ആത്മാവ് ഫലം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ശരീരത്തെ കൊതിയോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ശരീരം അങ്ങനെ തീരാനുള്ളതല്ല. നമ്മുടെ മസിഹായുടെ മരണത്തോടനുബന്ധിച്ച് ചില അനുഭവങ്ങൾ നടന്നു. സൂര്യൻ ഇരുണ്ടോ, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരുന്നു, നക്ഷത്രങ്ങൾ വീണു, പാറ പിളർന്നു, ഭൂമി കുലുങ്ങി, ദൈവാലയത്തിന്റെ തിരശ്ശീലം മുകളിൽ നിന്ന് താഴോട്ട് രണ്ടായി കീറി. വേറൊരു അത്ഭുതം കൂടെ നടന്നു. എന്തുവാ? മരിച്ച അനേക വിശുദ്ധരുടെ കല്ലറ തുറന്നവർ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ശരീരം ഉയർത്തെഴുന്നേൽക്കും അത്രേ. ക്രിസ്തു തന്റെ മരണത്തിൽ ലോകത്തെ പഠിപ്പിച്ചു. അനേകര വൃദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു. സുറിയാനി സഭ പാടി, ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ, കബറിന്നു ധ്യാനത്തിനായി. ആരെയാ? ശരണത്തിൽ മരിച്ചവരെ. ദൈവശരണത്തിൽ മരിച്ചവർക്ക് ജീവസ്വരം കേൾക്കാൻ പറ്റും. കള്ളും കുടിച്ച് വ്യഭിചാരവും ചെയ്ത് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും തിന്മയുമായി വ്യാപരിച്ചവൻ ജീവസ്വരം കേൾക്കുമെന്ന് വിചാരിക്കരുത്. ഈ ശരീരം ഉയർക്കാനുള്ള ശരീരമാണ്. ശരി, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മിശിഹ വരുന്നെങ്കിലോ? തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുകയാണ്, പ്രധാന ദൂതന്റെ അകമ്പടി ശബ്ദം, കാഹളധ്വനി ഇവ കേൾക്കും. അപ്പോൾ മസിഹായിൽ മരിച്ചവർ ആദ്യമായി ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിക്കും. എന്തോ ഈ രൂപാന്തരം പ്രാപിക്കുക? ഇതും മസിഹ തന്റെ ശരീരം കൊണ്ട് കാണിച്ചു തന്നു. താബോർ മലയിൽ കയറിയിട്ട് അവൻ ഉറക്കെ പ്രഖ്യാപിച്ചു, ഇതാ ഇത് രൂപാന്തരത്തിന്റെ സമയമാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി അവൻ ആ രൂപാന്തരം കാണിച്ചു കൊടുത്തു. അതിനിങ്ങനെ പറയുന്ന ട്രാൻസ്ഫിഗറേഷൻ.
ഫിഗർ ട്രാൻസ്ഫർ ആകും. അവനെ നോക്കിയിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു, അലക്കുകാരന് വെളുപ്പിക്കാൻ കഴിയാത്തതും വെണ്മയുള്ള വസ്ത്രങ്ങൾ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഒരു സൂര്യനും ഇത്രയും പ്രകാശം കണ്ടിട്ടില്ല. അവൻ നമ്മളെ പഠിപ്പിച്ചു, നിന്റെ ശരീരം ഇതുപോലെ ആകാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷൻ പന്തലിരിക്കുന്ന ഓരോ വ്യക്തിയും ധ്യാനിക്കണം, നിന്റെ ശരീരം പിശാചിന് ബന്ധിക്കപ്പെട്ട് ആസക്തികളാൽ കലുഷിതമായി എവിടെയെങ്കിലും അലിഞ്ഞു തീരാനുള്ള ഒന്നല്ല. ഇത് പുനരുത്ഥാനത്തിൻ്റെ ശരീരമാണ്, ഇത് രൂപാന്തരത്തിൻ്റെ ശരീരമാണ്. അതുകൊണ്ടാണ് മാമോദീസ കഴിഞ്ഞാൽ നിർഗന്ധല തൊട്ട് ഉള്ളങ്കാൽ വരെ മൂറൻ എന്ന് പറയുന്ന തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ഇനി ഈ ശരീരം വളരുന്നത് മുഴുവൻ മസിഹായുടെ മണം കൊണ്ടാണ്. ദൈവമക്കളെ ഓർക്കണം, ശരീരത്തിൽ പാപം ചെയ്താൽ പിശാച് നമ്മളെ ബന്ധിക്കുന്നതാണ്. രക്ഷപ്പെടാൻ ഒരേ വഴിയുള്ളൂ, ദൈവത്തെ മറക്കരുത്. ഒന്നാമത്തെ ഭാഗം ഞാൻ അവിടെ അങ്ങ് അവസാനിപ്പിക്കട്ടെ. ശരീരം, അതിൻ്റെ ആസക്തികൾ നമ്മുടെ ഒരു യുദ്ധഭൂമിയാണ്. ദൈവവചനം കൊണ്ട് അതിനോട് യുദ്ധം ചെയ്യണം. ദൈവത്തെ മറന്നപ്പോൾ ഹവ്വ ആദം വീണു, ശരീരത്തിൽ വീണു. ചില ജഡീകാസക്തികൾ. ഈ കഴിഞ്ഞ ഒരു 10-20 ദിവസം മുമ്പ് ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നിട്ട് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, മക്കളില്ല. വലിയ സങ്കടത്തോടെ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ തൂത്തോട്ടി ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ച് ഒത്തിരി അനുഭവമുണ്ട്, ഒത്തിരി പേർക്ക് മക്കളുണ്ടായതുകൊണ്ട്. എന്നിട്ട് അവർക്കൊരു സന്തോഷം വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങളോട്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ പുറത്ത് നിൽക്ക്, ഞാൻ അച്ഛനോട് സംസാരിക്കാം. സാധാരണ എല്ലാ സമയത്തും ഭർത്താവ് പറഞ്ഞിട്ട് നീ എനിക്കെന്തെങ്കിലും പറയാൻ പറഞ്ഞു. ഇവൻ ആദ്യം അവളോട് പറഞ്ഞു, നീ പുറത്തിറങ്ങുക, ഞാൻ സംസാരിക്കട്ടെ. അവൻ സംസാരിച്ച് എന്താ പറഞ്ഞെന്നറിയോ? എൻ്റെ അച്ഛ, 14 വയസ്സ് തൊട്ട് ഈ ശരീരം പാപത്തിന് അടിമപ്പെട്ടതാണ്. തെറ്റായ ചിത്രങ്ങളിലൂടെയും തെറ്റായ വീഡിയോകളിലൂടെയും ഈ ശരീരം കൊണ്ട് ഞാൻ ഒത്തിരി അശുദ്ധനായി. ഞാൻ പല സ്ഥലത്തും എഴുതിയും ചോദിച്ചും ചില വൈദ്യന്മാരും പറഞ്ഞു, സാരമില്ല, ഇതൊക്കെ മാനുഷികമാണ്. അച്ഛൻ, ഞാൻ മാസ്റ്റർ ഭാഷൻ എന്ന് പറയുന്ന സ്വയംഭോഗം എന്ന് പറയുന്ന ഒരു കഠിന പാപത്തിനടിമയാണ്. 1, 2, 3, 4 പ്രാവശ്യം ചെയ്താലും എനിക്ക് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, തൃപ്തി വരില്ലായിരുന്നു. കുഞ്ഞുനാൾ തൊട്ട് ഞാൻ അടിമയായി. പിന്നീട് ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ചിത്രങ്ങൾ കാണുന്നതായി. ശരീരം ആസക്തികളാൽ കലുഷിതമായി. ഞാൻ ഇപ്പം എന്താ പറ്റിയത്? എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം കുടുംബജീവിതം പങ്കുവെക്കാൻ പറ്റുന്നില്ല അച്ഛാ. എനിക്കതിന് കഴിയുന്നില്ല. എൻ്റെ ശരീരത്തിന് ബലം കിട്ടുന്നില്ല, ശക്തി കിട്ടുന്നില്ല, മനസ്സ് വരുന്നില്ല. പിന്നെ കാണണമെങ്കിൽ ചില ചിത്രങ്ങൾ ഓൺ ചെയ്ത് വെക്കണം. അത് അവൾക്ക് വെറുപ്പാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ ഇത്രയായി, പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാകത്തിൻ്റെ കാരണം എനിക്കറിയാം. അവൾ ഒത്തിരി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞെന്നറിയാം, ദൈവമക്കളെ, ശരീരം ദൈവത്തിൻ്റെ ദാനമാണ്. അത് പാപത്തിന് അടിമപ്പെടുത്തരുത്. ജഡീകാസക്തി, വികലമായ ലൈംഗിക ശക്തി, മദ്യപാനം, പുകവലി, മ്ലേച്ഛത, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ഇതുകൊണ്ടൊരു ശരീരം അശുദ്ധമാക്കിയാൽ ഈ ശരീരത്തിൽ ദൈവം തന്ന ഒരു ദാനവും സ്വീകരിക്കാൻ കഴിയില്ല. ദൈവം തരുന്ന പല ദാനങ്ങൾ നമുക്ക് അസ്വസ്ഥമാക്കാൻ തുടങ്ങും. മക്കൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തും, സഹോദരങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തും, സമ്പത്ത് അസ്വസ്ഥമാകും, ആരോഗ്യം അസ്വസ്ഥമാകും, സൗന്ദര്യം അസ്വസ്ഥമാകും. അസ്വസ്ഥതയുടെ കാരണം ചില പാപമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് 1-ാം ഭാഗം ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളെ, ശരീരത്തിൽ ദൈവവചനത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടപ്പോൾ ശരീരം ഇതാ ആസക്തികളാൽ കലുഷിതമായി. ഏദൻ തോട്ടത്തിൽ മനുഷ്യന് ശരീരം അശുദ്ധമായി പോയി.